മലപ്പുറം തുവ്വൂർ പഞ്ചായത്ത് ഓഫീസിൽ യുവാവിന്റെ പരാക്രമം. ജീവനക്കാർക്ക് നേരെ കത്തിവീശി പെട്രോൾ ഒഴിക്കാനും ശ്രമമുണ്ടായി. കെട്ടിടത്തിന് പെർമിറ്റ് നൽകിയില്ല എന്നാരോപിച്ചാണ് കത്തിവീശിയത്. ഇന്ന് ഉച്ചയോടെ തുവ്വൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ പരാക്രമം ഉണ്ടായത്. അവിടുത്തെ അപേക്ഷകരായിട്ടുള്ള കരുവാരുകുണ്ട് സ്വദേശി മജീദാണ് ഈ ഓഫീസിലേക്ക് എത്തുകയും ജീവനക്കാർക്ക് നേരെ കത്തിവീശുകയും ഒപ്പം തന്നെ ഓഫീസ് കത്തിക്കുന്നതിന് വേണ്ടി പെട്രോൾ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്തത്. അവിടുത്തെ ജീവനക്കാരും ഒപ്പം തന്നെ ആ ഓഫീസിലേക്ക് വന്ന മറ്റുള്ളവരും ചേർന്ന് വളരെ ശ്രമപ്പെട്ടിട്ടാണ് മജീദിനെ കീഴ്പ്പെടുത്തിയത്. തുടർന്ന് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റി. അപ്പോൾ ഇതിന് ഉണ്ടായിട്ടുള്ളൊരു കാരണം, അവിടെ മാമ്പുഴ എന്നുള്ളൊരു സ്ഥലത്ത് മജീദിന് സ്വന്തമായിട്ടുള്ളൊരു വാണിജ്യ കെട്ടിടം ഉണ്ടായിരുന്നു. ഈ വാണിജ്യ കെട്ടിടത്തിന് ഇതുവരെയും പെർമിറ്റ് നൽകിയിട്ടില്ല. 2024 ഫെബ്രുവരിയിലായിരുന്നു ഈ പെർമിറ്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷിച്ചത്. ഈ കെട്ടിടം ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി നൽകിയെങ്കിലും അതിന് ചില പോരായ്മകളുണ്ട് എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് വന്നത്. ഒപ്പം തന്നെ ഇതിലെ അപാകതകൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു എന്നുണ്ടെങ്കിലും പിന്നീട് അത് അത്തരത്തിൽ അപാകതകൾ മാറ്റിയില്ല എന്നുള്ളതാണ് ഈ പഞ്ചായത്തിന്റെ ഒരു വിശദീകരണമുള്ളത്. പക്ഷേ പലതവണ ഓഫീസിലേക്ക് വന്നിട്ടും ഒരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. അതിനെ തുടർന്നിട്ടാണ് തനിക്ക് തൻ്റെ എല്ലാ വിദേശത്തു നിന്നുള്ള എല്ലാ ഫണ്ടും എല്ലാ സമ്പാദ്യവും എല്ലാം ഉപയോഗിച്ചായിരുന്നു ഈ ഒരു കെട്ടിടം പണിതത്. അതുകൊണ്ട് തന്നെ മറ്റൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് മജീദ് ഇപ്പോൾ പോലീസിന് മൊഴിയായി നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു ആശങ്ക ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. വലിയൊരു പരാക്രമം തന്നെയാണ് 50 വയസ്സുള്ള മജീദിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കണ്ണിന് കാഴ്ചയില്ലാത്ത മകന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ വിഷമിക്കുകയാണ്. അപ്പോൾ ഇതിന് പെർമിറ്റ് ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പോംവഴി എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശത്തിൽ കൂടിയായിരുന്നു ഇത്തരത്തിൽ അവിടെ ഒരു വലിയ ഒരു സാധ്യത അവിടെ ആ സമയത്ത് മജീദ് ഉണ്ടാക്കുകയും ചെയ്തത്. വലിയ അവിടുത്തെ ജീവനക്കാരുൾപ്പെടെയുള്ളവർ വലിയ ആശങ്കയിലായിരുന്നു കുറച്ചു നേരത്തേക്കെങ്കിലും